നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ തലയിൽ പേനുള്ളതും നമ്മുടെ വയറിനുള്ളിൽ പലതരം വിരകളും കൃമികളും ഉള്ളതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന എട്ടുകാലികളെ അറിയുമോ? കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ? എന്നും കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുന്ന നമ്മൾ ആയിരക്കണക്കിന് എട്ടുകാലി ജീവികൾ നമ്മുടെ മുഖത്തുള്ളത് കാണുന്നില്ലെന്ന് മാത്രം. ആർത്രോപോഡ വിഭാഗത്തിലെ വളരെ കുഞ്ഞു ജീവികളാണ് എട്ടുകാലി മൈറ്റുകൾ. ഇവരുടെ ആവാസ ഭൂമിയാണ് ചന്ദ്രനെ പോലെ വിളങ്ങുന്ന നമ്മുടെ മുഖം. മുഖത്ത് തന്നെ സുഖിച്ചു ജീവിച്ച് ഭക്ഷണം കഴിച്ച ഇണചേർന്ന മുട്ടയിട്ട് മുഖത്ത് തന്നെ വിസർജിച്ച് അവിടെ തന്നെ ചത്തുപോകുന്ന ഡെമോഡെക്സ് വർഗത്തിൽപ്പെട്ട സസ്തനികളാണിവ. മുഖത്ത് നിന്ന് തന്നെ ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന ഫേസ്ബുക്ക് അല്ല കേട്ടോ, ഡെമോഡെക്സ് ഇനത്തിൽപ്പെട്ട 2 തരം മൈറ്റുകളാണ് ഈ ഫേസ്ബുക്കുകൾ. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്നത് 2 തരം മൈറ്റുകളാണ്, ഡെമോഡെക്സ് ഫോളിക്കുലോറും ഡെമോഡെക്സ് ബ്രവീസും. ഡെമോഡെക്സ് മൈറ്റുകൾ എന്നാണ് ഇവയുടെ പേര്. ഇതിൽ ഡെമോഡെക്സ് ഫോളിക്കുലോറും കുറച്ചു വലുതും ഡെമോഡെക്സ് ബ്രവീസ് ചെറുതുമാണ്. കൺപീലി മൈറ്റുകൾ, തൊലി മൈറ്റുകൾ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ഇതിന് കൃത്യമായ ഒരു മലയാള പദമില്ല, അതുകൊണ്ട് ഇവയെ മൈറ്റ് എന്ന് തന്നെ വിളിക്കാം. ഡെമോഡെക്സ് ഫോളിക്കുലോറത്തെയും ബ്രവീസിനെയും കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. കവിളുകൾ, മൂക്ക്, പുരികം, കൺപീലി, നെറ്റി എന്നിവിടങ്ങളിലാണ് ഇവ കൂട്ടമായി ഉണ്ടാവുക. അതുകൊണ്ട് മുഖം കുറേ പ്രാവശ്യം പോയി ഫേസ് വാഷോ മറ്റുമിട്ട് കഴുകിയത് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം അത്രമേൽ ചെറുതാണിത്. അങ്ങനെയൊന്നും മുഖത്ത് നിന്ന് പോവുകയില്ല. നമുക്ക് നോക്കിയാൽ കാണാനും പറ്റില്ല. ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. നമ്മുടെ മുഖത്തല്ലാതെ ഇവർക്ക് ജീവിക്കാനുമാകില്ല. രോമക്കുഴികളിൽ മാത്രം ജീവിക്കാൻ പരിണമിച്ച മാറിയവരാണ് ഇവർ നമ്മുടെ മുഖത്തെ കുഴികളിലും മൂക്കിന്റെ സൈഡിലും ജീവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുഖത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾക്കുള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഡെമോഡെക്സ് ബ്രവീസ്. മുഖത്ത് കൺപീലികളിലാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. വിരയുടെ ആകൃതിയാണ് ഇവർക്ക്. ഇവയുടെ നിൽപ്പ് രോമക്കുഴിയിലേക്ക് തല താഴ്ചവെച്ച മറ്റു ഭാഗം രോമത്തെ പോലെ മുകളിലേക്ക് നീണ്ടു നിൽക്കും. ഇവയ്ക്ക് 4 ജോഡി കാലുകളുമുണ്ട്. പെൺമൈറ്റുകളാണ് വലുപ്പത്തിലുണ്ടാവുക. 14-16 ദിവസമാണ് ഇവരുടെ ആയുസ്. ഇവർക്ക് പ്രകാശം ഇഷ്ടമില്ലാത്തതിനാൽ പകൽ സമയങ്ങളിൽ രോമക്കുഴികളിൽ ഒളിച്ചു കഴിയും. രാത്രികാലങ്ങളിലാണ് സഞ്ചാരം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.